ഹലോ ഗൈസ്. അപ്പോൾ ഞാൻ നേരത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോഴും ഞാൻ ഈ വോയിസ് ഇടുന്നത്. എന്തെങ്കിലും ഒരു ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് ഇവിടെ മഴ പെയ്യുന്നതുകൊണ്ടൊക്കെയാണ് കേട്ടോ. സൗണ്ടിലോ എന്തെങ്കിലും ക്ലാരിറ്റി എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു ഇതങ്ങനെയാണ്. ഇവിടുത്തെ ക്ലൈമറ്റും ഇതൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് പറയാൻ കാരണം രേണുസുതി ചേച്ചി ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ ജീവിക്കാൻ പഠിക്കുക, നമുക്ക് ഇഷ്ടപ്പെട്ട ജോലി ചെയ്ത് നമ്മൾ ജീവിക്കുക. കുറേ പെൺകുട്ടികളുണ്ട്. ഞാനൊരു വേറൊരു പെണ്ണിനെ കുറ്റം പറയാൻ നിൽക്കുന്നതല്ല, പക്ഷേ കുറേ പേരുണ്ട് സോഷ്യൽ മീഡിയ ദുരുപയോഗം ചെയ്യുന്നവരും. അവർ ഇപ്പം നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നടക്കും. ഇപ്പം ഞാൻ പറയണം, എനിക്ക് ഡ്രസ്സ് ഇഷ്ടമല്ല, അതുകൊണ്ട് അവരതിട്ടുണ്ട് നടക്കുന്നത്. അതുകൊണ്ട് അവർ മോശക്കാരെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് അവരിഷ്ടമാണ്, വസ്ത്ര സ്വാതന്ത്ര്യം അവരുടെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ അവരെവിടെയൊക്കെ പോകുന്നത്, എന്തൊക്കെ ചെയ്യുന്ന, ആരോടും മിണ്ടുന്നത്, നമുക്കെന്താ, അത് അവരുടെ ഇതാണ്. അപ്പോൾ നമ്മളൊരു പെൺകുട്ടി എപ്പോഴും ഇൻഡിപെൻഡൻ്റ് ആകുക എന്ന് വെച്ചാൽ നമ്മൾ വേറെ ആരെ ആശ്രയിക്കാതെ നമ്മൾ സ്വന്തം കാലം നിൽക്കുക, നല്ല പഠിച്ച് എവിടെ വരെ പഠിക്കാൻ പറ്റും അവിടെ വരെ പഠിച്ച് ജോലി ചെയ്യുക, വീട്ടുകാരെ നോക്കുക, സ്വന്തം കാലം നിൽക്കാൻ പഠിക്കുക, പൈസ സേവ് ചെയ്യുക. ഇതൊക്കെയാണ് കുഞ്ഞുനാളിലെ +1 +2 ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന പിള്ളേർ ഒളിച്ചോടി പോകുന്ന കഥകളും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ആ സമയത്തൊക്കെ എനിക്കൊക്കെ തന്നെ നല്ല പേടിയുണ്ടായിരുന്നു കേട്ടോ. എന്തെങ്കിലും ചെയ്യാനായിട്ടൊരു പേടിയുണ്ടായിരുന്നു. പ്രേമമൊക്കെ എല്ലാവർക്കും ഉള്ളതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ ഒളിച്ചോടി പോവുക അല്ലെങ്കിൽ വലിയ വലിയ കാര്യം ഇപ്പോഴത്തൊക്കെ പിള്ളേർ ചെയ്യുന്നതൊന്നും ഒരിക്കലും അത് നല്ലതാണെന്ന് എനിക്കൊരിക്കലും പറയാൻ പറ്റത്തില്ല. നല്ലതല്ല, ഞാനതിന് സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടത്തിലൊന്നും അല്ല. പക്ഷെ നല്ലോണം ജീവിക്കുന്നവർ ജീവിക്കട്ടെ, അവർ നല്ലോണം ജീവിക്കുകയും ചെയ്യും, നല്ല ഹാപ്പിയായിട്ട് ജീവിക്കട്ടെ. എപ്പോഴും പെൺകുട്ടികൾ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ സ്ത്രീധനത്തിൻ്റെ പേരിലായാലും ഒരുപാട് പെൺകുട്ടികൾ മരിക്കുന്നുണ്ട്. ഇപ്പോൾ സ്വന്തം കുഞ്ഞിനെയും കൊന്നിട്ട് മരിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എൻ്റെ സ്ഥലം കൊല്ലമാണേ, ഞാൻ കൊല്ലം ജില്ലയുള്ള വ്യക്തിയാണ്. ഇപ്പോൾ കൊല്ലം ജില്ലയിൽ തന്നെ എല്ലാവർക്കും അറിയുന്നൊരു പെൺകുട്ടിയാണ് വിസ്മയ. അപ്പോൾ നിങ്ങളേവരും കേട്ടറിഞ്ഞ ഒരേ ഒരു പെൺകുട്ടിയുടെ പേര് വിസ്മയാണ്. പക്ഷേ ഒരുപാട് പെൺകുട്ടികളുണ്ട് വാർത്തയിൽ വരാത്തതും കുഞ്ഞു കുഞ്ഞു കുഞ്ഞ് എല്ലാവരും വീട്ടിൽ സംസാര വിഷയം മാത്രമായി പോയ ഒരുപാട് പെൺകുട്ടികളുടെ കഥയും കാര്യങ്ങളൊക്കെ ഈ ലോകത്ത് നടക്കുന്നുണ്ട്. ഇപ്പോഴും സ്ത്രീധനത്തിൻ്റെ പേരിലും കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെ ഒക്കെ പേരിൽ ഒരുപാട് പേര്, ഈ പറഞ്ഞ ഞാൻ തന്നെ ഒരുപാട് പേരുടെ കയ്യിൽ നിന്ന് വിമർശനങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുക, നമുക്ക് വിഷമം തോന്നും കുഞ്ഞുനാൾ മുതലേ. നമ്മൾ ബ്ലാക്കായിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ കാരണം നമ്മൾ ഏതെങ്കിലും ഒരു കടയിൽ തുണിയെടുക്കാൻ ചെന്നു ഇരിക്കട്ടെ, അപ്പോൾ ആ ചേച്ചി എന്തിരിക്കും പറയുക, നമുക്ക് ഈ കളർ ചേരത്തില്ല, മോള് ഈ കളർ ഉപയോഗിക്കും, ചന്ദന കളറൊക്കെ ഉപയോഗിക്കുന്നത് മെറൂൺ കളർ, അതാണ് ഈ കറുപ്പായിട്ടിരിക്കുന്നവർക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് അവർ നമുക്കത്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടത് എന്താ, ചിലപ്പോൾ നമുക്ക് നല്ല നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കറുപ്പായിരിക്കും, നല്ല വൈറ്റ് ആയിരിക്കും, ഇതൊക്കെ ആയിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷെ നമുക്കൊന്ന് ഉപയോഗിക്കാൻ നമ്മുടെ മനസ്സിനെ തളർത്തിയാണ് അവർ സംസാരിക്കുന്നത് തന്നെ. അപ്പോൾ പെൺകുട്ടികളെ അപേക്ഷിച്ച് ഞാൻ മോട്ടിവേഷൻ ക്ലാസ്സൊന്നുമല്ല തരുന്നത് കേട്ടോ. പക്ഷേ മനസ്സിലാക്കുക, നമ്മൾ അതിൽ നിന്നെല്ലാം അതിജീവിക്കുക. നിറത്തിൻ്റെ പേരിലും പൈസയുടെ അതൊന്നും ആൾക്കാർ നമ്മളെ ഇതാക്കാൻ ഒരു